വചനം തിരുവചനം വചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിളിലെ പൂക്കളും പഴങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ വിവരണം. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ട് ബൈബിളിലെ വിലപ്പെട്ട വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഈ എളിയ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളിയാകുമല്ലോ. ഏതെല്ലാം പൂക്കളെക്കുറിച്ചാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നോക്കാം. ബദാം പൂവ്. വിളക്കുകാലിൻ്റെ തണ്ടുകളിന്മേലുള്ള ചഷകങ്ങൾ നിർമ്മിച്ചിരുന്നത് ബദാം പൂവിതളിൻ്റെ ആകൃതിയിൽ ആയിരുന്നു. പുറപ്പാട് 25-ാം അധ്യായം 33-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലില്ലിപ്പൂവ്. സ്തംഭങ്ങളുടെ അഥവാ തൂണുകളുടെ മുകളിലുള്ളതായ മകുടങ്ങൾ ലില്ലി പുഷ്പത്തിൻ്റെ ആകൃതിയിൽ കൊത്തിയെടുത്തിട്ടുള്ളവ ആയിരുന്നു. ഇസ്രായേലിൽ അക്കാലത്ത് വെള്ളം പകർത്തിയിരുന്ന കോപ്പകളുടെ വക്ക് ലില്ലിപ്പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് പോലെ ഉള്ളവ ആയിരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. താമര. നീർക്കുതിരകൾ ചതുപ്പുനിലങ്ങളിൽ താമരകളുടെ തണൽ പറ്റിക്കിടക്കുന്നതിനെക്കുറിച്ച് ദൈവം ജോബിനോട് പറയുന്നതായിട്ടാണ് ബൈബിളിൽ താമര രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജോബിൻ്റെ പുസ്തകം 40-ാം അധ്യായം 21-ാം വാക്യത്തിലും 22-ാം വാക്യത്തിലും താമരയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. മൈലാഞ്ചിപ്പൂവ്. ഉത്തമഗീതം 1-ാം അധ്യായം 14-ാം വാക്യത്തിലും 4-ാം അധ്യായം 13-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. പനിനീർ പൂവ്. ഉത്തമഗീതം 2-ാം അധ്യായം 1-ാം വാക്യത്തിലും ജ്ഞാനം 2-ാം അധ്യായം 8-ാം വാക്യത്തിലും പ്രഭാഷകന്റെ പുസ്തകം 24-ാം അധ്യായം 14-ാം വാക്യത്തിലും പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 13-ാം വാക്യത്തിലും പ്രഭാഷകന്റെ പുസ്തകം 50-ാം അധ്യായം 8-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴങ്ങൾ. ദുദായി പഴം. പഴുത്തു നിൽക്കുന്ന ദുദായി പഴത്തിന് നല്ല സുഗന്ധമാണ് ഉള്ളത്. ഉത്തമഗീതം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മുന്തിരിപ്പഴം. ഇസ്രായേലിലും ഈജിപ്തിലും മുന്തിരി കൃഷി വ്യാപകമായി ഉണ്ടായിരുന്നു. പ്രധാനമായും ഔഷധ ആവശ്യങ്ങൾക്കാണ് മുന്തിരി ഉപയോഗിച്ചിരുന്നത്. കൂടാതെ മുന്തിരി പുളിപ്പിച്ച് വീന് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഉൽപ്പത്തി 40-ാം അധ്യായം 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബദാം പഴം. ബദാം പോഷക സമൃദ്ധമായ ഒരു പഴമാണ്. ഇതിൻ്റെ എണ്ണ എടുക്കുകയും ഇത് ഔഷധ ആവശ്യങ്ങൾക്കും പാചകത്തിനും ഉപയോഗിച്ചിരുന്നു. സംഖ്യയുടെ പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്തിപ്പഴം. അത്തിപ്പഴം ഭക്ഷ്യയോഗ്യമാണ്. ഇസ്രായേൽക്കാർ ഉണക്കിയെടുത്ത് ഉപയോഗിച്ചിരുന്നു. അത്തിപ്പഴം കൊണ്ട് അട പലഹാരം ഉണ്ടാക്കിയിരുന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ അത്തി അട എന്നാണ് വിളിച്ചിരുന്നത്. സാമുവേൽ 1-ാം പുസ്തകം 25-ാം അധ്യായം 18-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാതളപ്പഴം. പോഷക സമൃദ്ധമാണ് മാതളപ്പഴം. മാതളത്തിൻ്റെ തൊലി ഉണക്കിപ്പൊടിച്ച് അക്കാലത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നതായി ഗവേഷകർ പറയുന്നു. മാതളം അക്കാലത്ത് കൃഷി ചെയ്തിരുന്നതായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 23-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാതള നാരങ്ങ. മാതളപ്പഴവും മാതള നാരങ്ങയും നിറത്തിലും ആകൃതിയിലും വ്യത്യാസമുണ്ട്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യത്തിലാണ് മാതള നാരങ്ങയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഏകവാക്യം. ആപ്പിൾ പഴം. ആദ്യമേ തന്നെ പറയട്ടെ, ഏദൻ തോട്ടത്തിൽ വെച്ച് ആദ്യ മാതാപിതാക്കൾ ഭക്ഷിച്ച പഴം ആപ്പിൾ പഴം അല്ല. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആ വിവരം തെറ്റായ ഒരു കാര്യമാണ്. BC 3500-ാം ആണ്ടോടുകൂടി ഇസ്രായേൽക്കാർ ആപ്പിൾ കൃഷി ചെയ്തു വന്നിരുന്നു. ഉത്തമഗീതം 2-ാം അധ്യായം 5-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പഴങ്ങളും പൂക്കളുമായി ബൈബിളിൽ ഉള്ളത്.
ഞാൻ ബൈബിൾ പഠന ആവശ്യങ്ങൾക്കു വേണ്ടി റഫറൻസ് ഗ്രന്ഥങ്ങൾ ഒത്തിരി വായിക്കാറുണ്ട്. ദയവായി ഡോക്ടറേറ്റ് എടുക്കുന്ന ബൈബിൾ പണ്ഡിതന്മാർ നുണകൾ എഴുതി പ്രബന്ധത്തിൻ്റെ പേജുകളുടെ എണ്ണം കൂട്ടരുത്. കാരണം ഒരു തെറ്റായ വിവരണം രേഖപ്പെടുത്തിയാൽ അത് ശരിയായ വിവരവുമായി പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് മറ്റ് ഭാഷകളിലെ ബൈബിളിൻ്റെ തർജ്ജമ കൂടി വായിക്കുകയും വിലയിരുത്തുകയും ചെയ്യുകയാണ് ചെയ്തു വരുന്നത്. അതുകൊണ്ട് ഇതൊരു ശ്രമകരമായ പണിയാണ്. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ രേഖപ്പെടുത്തുന്നതായിരിക്കും മറ്റ് ബൈബിൾ പഠിതാക്കൾക്ക് ഏറ്റവും ഗുണപരമായ കാര്യം. ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വചനം തിരുവചനം, വചനം തിരുവചനം, വചനം തിരുവചനം, വചനം തിരുവചനം, യേശുവചനം.